ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ ഫിലിം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. എൻ്റെ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് വളരെയധികം യാദൃശ്ചികമായിട്ട് കണ്ടൊരു സംഭവമായിരുന്നു. പോക്കിരി സിനിമയിലത്തെ വടിവേലിന്റെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 3 പേര് 3 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. ഈ സിനിമയിൽ കറക്റ്റ് അതുപോലുള്ള ഒരു സീക്വൻസ് ഉണ്ട്. സോ കറക്റ്റ് ഇതിൽ നിന്ന് തന്നെ കോപ്പി അടിച്ച ഒരു സീക്വൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് വളരെ യാദൃശ്ചികമായിട്ടാണ് കണ്ടത്. പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹ്യൂമർ സീക്വൻസ് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സെയിം അതേപോലെ തന്നെ കോപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ ഇപ്പോൾ ഇവരൊരു സാമുറൈസ് ഒക്കെ ഇവർ ഈ ഒരു സ്പോർട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സീക്വൻസുകളൊക്കെ ഒരു അവരുടെ ആ ഒരു ഷീറ്റിലേക്ക് അവർ ഇടുന്ന ഒരു സംഭവം പോലും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യാപ്ചർ ചെയ്തതെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു സീക്വൻസിലും ആ ഒരു സ്വിഫ്റ്റ് മൂവ്മെന്റും ആൻഡ് ഈവൻ ആ ഒരു ക്ലൈമാക്സിലൊക്കെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സട്ടോയിച്ചിയുടെ ക്യാരക്ടർ എത്രത്തോളം ഒരു കാര്യങ്ങൾ വാല്യൂസ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം അലേർട്ട് ആൻഡ് ഷാർപ്പ് ആണെന്നൊക്കെ കാണിക്കുന്ന ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്. പടം കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട്